അപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലൊരു പേരാണ് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഷോൺ ബാർബർ. ഇതാണ് ഇപ്പം നമ്മളെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ മൂന്നാം തലമുറ എന്നുവെച്ചാൽ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മൂന്നാം തലമുറയ്ക്ക് വേണ്ടി ഒരു കുട്ടി തിരുമേനി മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് യജ്ഞം നടത്തുകയാണ്. അഗ്നിഹോത്രം എന്ന് പറഞ്ഞ യജ്ഞം നടത്തുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു കഥ പോലെ ആക്കി വെക്കട്ടോ. അപ്പൊ ലാലേട്ടന് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ലാലേട്ടൻ പാടുന്നല്ലേ. അപ്പൊ ഭജൻ ലാൽ രാജസ്ഥാൻ 2024 എല്ലാ പ്രധാനപ്പെട്ട വസ്തുതകളും നമ്മൾ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ മന്ത്ലി വൈസ് 2024 കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലെ 2 ക്ലാസ്സുകൾ നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. ഇന്ന് 3ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? നോക്കൂ, ആദ്യത്തെ പോയിന്റ്, നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് അല്ലേ, ഓപ്പറേഷൻ ഡി ഹണ്ട്. നമ്മൾ ഹണ്ട് ചെയ്യണം അല്ലേ, പിടിച്ചിരിക്കണം അവരെ. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്ന് അത് സംഭരിക്കുക, അത് വിപണിയിലെത്തിക്കുക, അത്തരത്തിലുള്ള പ്രവണതകളിലെ തെറ്റായ പരിപാടികളിലൊക്കെ ഏർപ്പെടുന്ന സമൂഹത്തിലെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡ്രഗ്സ് എന്നുള്ളൊരു മയക്കുമരുന്ന് ഡ്രഗ്സ് ഡി ഹണ്ട് അല്ലേ. ഈ മയക്കുമരുന്ന് പിടിക്കുക, മയക്കുമരുന്ന് വേട്ട നിങ്ങൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കേൾക്കാറില്ലേ. അപ്പോൾ ഡി ഹണ്ട് പിടിച്ചോ നിങ്ങൾ പിടിച്ചോ. കേരള പോലീസിന്റെ പദ്ധതി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓക്കെ, രാജ്യത്ത് ആദ്യമായി നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ്, ശ്രദ്ധിക്കണേ, സ്പോർട്സ് സമ്മിറ്റ് ആണ് അല്ലേ. ഈ സ്പോർട്സ് സമ്മിറ്റ് എന്ന് പറയുമ്പം ISSK IFFK എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഫിലിം ഫെസ്റ്റിവൽ. ഇത് ISSK ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. രാജ്യത്ത് ആദ്യമായി നടക്കുകയാണ് ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ്. അതിന് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രിവാൻഡ്രമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്താണ് രാജ്യത്ത് ആദ്യമായി നടക്കുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത്. ജനുവരി മാസം 23-ാം തീയതി മുതൽ ജനുവരി മാസം 26-ാം തീയതി വരെയാണ് ഈ ഒരു പരിപാടി നടന്നത് തിരുവനന്തപുരത്ത്. കായികം എല്ലാവർക്കും അല്ലേ, മലയാളത്തിൽ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. സ്പോർട്സ് ഫോർ ഓൾ, ഇതായിരുന്നു ഈ ഒരു പരിപാടിയുടെ തീം അല്ലെങ്കിൽ പ്രമേയം. അപ്പൊ രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയായത് തിരുവനന്തപുരം നഗരമാണ്. നമ്മുടെ കേരളത്തിലാണ് നടന്നത്. ഓക്കെ, ISSK. അതിന്റെ പ്രമേയം എല്ലാവർക്കും കായികം, അല്ലെങ്കിൽ കായികം എല്ലാവർക്കും, അങ്ങനെ പറയട്ടോ. കായികം എല്ലാവർക്കും, സ്പോർട്സ് ഫോർ ഓൾ. സെറ്റാണോ? അപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ട് മറക്കില്ല. തിരുവനന്തപുരത്ത് ISSK നടന്നു. ISSK അല്ലെ, ISSK അല്ല. അപ്പൊ നോക്കൂ, രാജ്യത്ത് ആദ്യമായി അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് നടന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ ഓപ്പറേഷൻ ഡി ഹണ്ട് സെറ്റാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകന്റെ പേര് കാണാം നിങ്ങൾക്ക് അല്ലേ. ആരാണ്? ഹിഷാം അബ്ദുൽ വഹാബ് അല്ലേ. നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ ഈ അടുത്ത കാലത്ത് മലയാളിക്ക് സംഭാവന നൽകിയ ഒരു സംഗീത സംവിധായകനാണ് ഹിഷാം. അപ്പൊ ഹിഷാം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ നമുക്ക് ഏറെ ഇഷ്ടമാണ്. അദ്ദേഹം നോക്കൂ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ AI ഉപയോഗിച്ചുകൊണ്ടൊരു ഗായികയെ പാടിപ്പിക്കുകയാണ്. അത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിക്കണം. ഹായ് നന്ന. ഈ സിനിമ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പഠിക്കണം. അപ്പോ ഹിഷാം അബ്ദുൽ വഹാബ് മറക്കണ്ട. അദ്ദേഹം ഏത് സിനിമയിലാണ്? ഹായ് നന്ന എന്ന് പറയുന്ന സിനിമ. ഹായ് നന്ന. അദ്ദേഹം ആ ഒരു ഗായികയ്ക്ക് ഒരു പേരിട്ടു, ലിൻഡ. അപ്പൊ AI ഗായികയുടെ പേര് ലിൻഡ. ലിൻഡ ഏത് സിനിമയിൽ പാടി? നന്നയിൽ പാടി. ആര് പാടിച്ചു? വഹാബ് പാടിച്ചു. അപ്പൊ ഹിഷാം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ലിൻഡ എന്ന AI ഗായികയെ ഉപയോഗിച്ചുകൊണ്ട്, എന്താണ് AI ഗായികയുടെ പേര്? ലിൻഡ എന്നൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗായികയ്ക്ക് ഒരു സിനിമയിൽ അവസരം കൊടുത്തു, അല്ലെങ്കിൽ പാടിപ്പിച്ചുകൊണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായി ആര്? ഹിഷാം അബ്ദുൽ വഹാബ്. നോട്ട് ചെയ്ത് വെക്കണം. ഹായ് നന്ന, ഈ സംഗീത സംവിധാനം നോട്ട് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെയാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചു. AC ബസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, പക്ഷെ സോളാറിലോടുന്ന AC ബസ് സർവീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത് നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ്. മക്കളെ കിട്ടുമല്ലോ, പഠിച്ചല്ലോ. സോളാർ AC ബസ് സർവീസ് എവിടെ ആരംഭിച്ചു? കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല പത്തനംതിട്ടയാണ്.
നോക്കൂ, കണ്ണൂരില് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചുവെങ്കിൽ തുളസി വനം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് അല്ലേ? പത്തനംതിട്ട ജില്ലയിൽ എന്താരംഭിച്ചു? കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട. സോളാർ AC ബസ് സർവീസ് കണ്ണൂർ ജില്ല. ഹിഷാം അബ്ദുൾ വഹാബ് എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ പാടിപ്പിച്ചു അല്ലേ? സെറ്റല്ലേ? സെറ്റാണ്. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഗംഗ. നോക്കൂ, ഗംഗ എന്നുള്ള പേര് ഒരുപാട് പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഇപ്പൊ ഗംഗ എന്ന് പറയുന്ന പേര് ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ ഡ്രോണ് ഇപ്പം വലിയൊരു ശല്യമായിട്ട് നമ്മുടെ പല രാജ്യത്തുള്ള ഫോഴ്സിനും മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡ്രോണുകൾ ഇന്ത്യൻ കരസേന ഈ ഡ്രോണുകൾക്കെതിരെ അല്ലേ, അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗംഗ. നിങ്ങൾക്കിടെ കാണാം അല്ലേ? ഗംഗ. മറന്നു പോവോ? ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കരസേന വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഗംഗ. മറന്നു പോവാ ഇല്ല. സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധനത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. കണ്ടാ, ഇത് ഒരു പുസ്തകമാണ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കുക? യുനെസ്കോയും അതുപോലെ തന്നെ NCERTയും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധം അല്ലേ, അത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിലേക്ക് പല കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ട് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരൊന്ന് ആലോചിച്ച് വെച്ചേ, മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് വെച്ചേ. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഗംഗ. ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരസേനയുടെ ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ് കിട്ടി. നോക്കൂ, സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. എന്താണ് മക്കളെ ആ പദ്ധതിയുടെ പേര്? സ്നേഹഹസ്തം. അപ്പോൾ ഈ പദ്ധതികളുടെ പേരും സഹായഹസ്തം അല്ലേ, സ്നേഹസ്പർശം, സ്നേഹതീരം, ഇങ്ങനെ ഒരുപാട് പേരുകൾ സമാനമായിട്ടുണ്ട്. ഓപ്ഷൻ ഇടുമ്പം നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്നതാണ്. അപ്പോൾ ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുടെ ഊരുകളിൽ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു സ്നേഹഹസ്തമാണ്. സ്നേഹഹസ്തം. മറന്നു പോവോ? സ്നേഹഹസ്തം. ഓക്കെ, സഹായമല്ല, സ്നേഹഹസ്തം. സ്നേഹഹസ്തം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ വനം വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹഹസ്തം. അടുത്ത നോക്കൂ, 2 പദ്ധതികൾ തന്നെയാണ് പഠിക്കാനുള്ളത്. പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കുതകുന്ന തരത്തിലുള്ള ടൂറിസം വികസനവും തദ്ദേശവാസികൾക്ക് മികച്ച വരുമാനവും ലക്ഷ്യമാക്കി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. കുറച്ച് വലിയ ചോദ്യം പോലെ തോന്നുമെങ്കിലും പഠിച്ചു വെക്കുക. പേര് സിമ്പിളാണ്, ഹരിത ടൂറിസം. ഹരിത കേരള മിഷനാണ് നടപ്പിലാക്കുന്നത്. എന്താണ് അതിന്റെ പേര്? ഹരിത ടൂറിസം. അപ്പോൾ പ്രകൃതി സൗന്ദര്യം നിലനിർത്തി, അതായത് നമ്മുടെ നാടിനകത്ത് ഇപ്പോൾ ഒരു വികസനം വരണം, ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കണം എന്ന് പറയുമ്പം നമ്മുടെ ആ നാട്ടിലുള്ള ആവാസ വ്യവസ്ഥ നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതിയെ നമ്മൾ ദോഷകരമായ രൂപത്തിൽ മാറ്റാൻ വേണ്ടി പല കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് അല്ലേ? അതിന് മുതിരാതെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ആ നാടിനകത്ത് തദ്ദേശവാസികൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന പദ്ധതിയാണ് ഹരിത ടൂറിസം പദ്ധതി. ഹരിത ടൂറിസം പദ്ധതി ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനുഷ്യരെ സംരക്ഷിക്കുന്നതോടൊപ്പം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ് പരിസ്ഥിതി, അതുപോലെ ഇതര ജീവജാലങ്ങൾ, ഇവയുടെ ഒക്കെ ആരോഗ്യം. അപ്പം നമ്മൾ മനുഷ്യന്റെ ആരോഗ്യം മാത്രമാണ് പലപ്പോഴും ഡിസ്കസ് ചെയ്യാറ്, പലപ്പോഴും പദ്ധതികളിൽ പഠിക്കാറ്. എന്നാൽ മനുഷ്യരെ സംരക്ഷിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയുടെയും ഇതര ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. ഏതാണ് ആ പദ്ധതി? ഏകാരോഗ്യ പദ്ധതി. പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകാരോഗ്യ പദ്ധതി. ഏകാരോഗ്യ പദ്ധതി മനുഷ്യരെ സംരക്ഷിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയുടെ ആരോഗ്യം, ഇതര ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. ഏകാരോഗ്യ പദ്ധതി. എല്ലാവരുടെ ആരോഗ്യം അല്ലേ? അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടിയാണ് കെ വാക്ക്. നമ്മളറിയാം കേരളത്തിലെ ഒട്ടുമിക്ക പദ്ധതികളൊക്കെ ഇപ്പം കെ റെയിൽ, കെ റൈസ് എന്നൊക്കെ നിങ്ങൾ പഠിക്കാറില്ലേ? അതുപോലെയാണ് കെ വാക്ക്. നോക്കൂ, കെ വാക്ക്. കെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നേരത്തെ നമ്മൾ പഠിച്ചു ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് അല്ലേ, അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ, അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും കായികക്ഷമത. അപ്പൊ കേരളം നടക്കണം അല്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആരോഗ്യവാനായി നമ്മൾ മാറണമെങ്കിൽ നമുക്ക് വ്യായാമം നിർബന്ധമാണെന്ന് ആലോചിക്കാം. അപ്പൊ എല്ലാവരുടെയും ആരോഗ്യം അല്ലെങ്കിൽ കായികക്ഷമത എന്ന ലക്ഷ്യവുമായി കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-വാക്ക്. പഠിച്ചു വെച്ചോ, കെ-വാക്ക്. ഓക്കെ. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ. പഠിച്ചു വെക്കണേ. കരളിനെ ബാധിക്കുന്ന മാരകമായ ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ അതുവരെ തദ്ദേശീയമായിട്ടൊരു വാക്സിൻ വികസിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷ്യൂവർ. ഹെവി ഫ്യൂവർ അല്ല കേട്ടോ, ഹെപ്പറ്റൈറ്റിസിൽ ഹെവി പിടി, ഹെവി ഷ്യൂവർ. ഷുവർ ആയിട്ട് മാറും ഹെപ്പറ്റൈറ്റിസ് എന്ന് പഠിച്ചു വെക്കുക. ഹെപ്പറ്റൈറ്റിസ് വി നമ്മൾ പറയുന്നത് ഷുവർ ആയിട്ട് മാറും. ഞങ്ങൾ, വി, നമ്മൾ, അങ്ങനെയൊക്കെ പഠിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഹെവി ആണ്, ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഹെവി ആണ്, പക്ഷേ ഷുവർ ആയിട്ട് മാറും. അപ്പോൾ കുറച്ച് ഹെവി ആണ് ഈ പറയുന്ന വാക്സിൻ ആലോചിക്കുക. ഹെവി ഷുവർ ആയിട്ട് മാറും. ഹെവി ഷുവർ. മാർക്ക് കിട്ടുമോ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഹെവി ഷുവർ, ഹെവി ഷുവർ. സെറ്റാണോ മക്കളെ? അപ്പോൾ കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവി ഷുവർ. ഹെവി ഷുവർ. സെറ്റാണോ? സെറ്റാണ്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോടാണ്. നോക്കൂ, പാപ്പനംകോട് നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം വരുന്നത് പാപ്പനംകോടാണ്. ഓക്കെ. അപ്പോൾ അല്ലേ, നൈപുണ്യ വികസനമാണ് പാപ്പനംകോട്. മനസ്സിൽ കേട്ട് ഒരുപാട് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ തോന്നയ്ക്കൽ, പൂജപ്പുര, പാപ്പനംകോട്, കാട്ടാക്കട, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാറിപ്പോവും. അതുകൊണ്ട് ഈ പേരുകൾ നിങ്ങൾ എന്തെങ്കിലും ആക്കി നിങ്ങളുടെ മനസ്സിൽ കയറ്റി വെക്കുക കേട്ടോ. നൈപുണ്യം, നല്ല എന്താ പറയുക, നമ്മൾ പറയാറില്ലേ പാപ്പാന് നല്ലൊരു നൈപുണ്യമുള്ള വ്യക്തിയാണെന്നല്ലേ, ആനപ്പാപ്പാൻ എന്നൊക്കെ പഠിക്കുക. അപ്പം നൈപുണ്യം എന്ന് പറയുമ്പോൾ പാപ്പാൻ അല്ലേ, പാപ്പാൻ്റെ കേടായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പുണ്യമാണ് നമുക്ക് ആ പാപ്പാനെ കിട്ടിയെന്നൊക്കെ ആലോചിക്കുക. പുണ്യമാണ്, അപ്പം നൈപുണ്യം. അപ്പം പാപ്പാൻ എന്നുള്ളത് പാപ്പനംകോട്. ഇത് ഞാൻ പറയാൻ കാരണം സ്ഥലപ്പേരൊക്കെ വരുമ്പോൾ നമുക്ക് മാറിപ്പോവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഹെവി ആയിട്ട് ഷുവറായിട്ട് മാറുന്ന ആലോചിക്കുക. ഹെവി ഉള്ളൊരു ഇത് മരുന്നാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഹെപ്പറ്റൈറ്റിസ് എ ഇങ്ങനെ ആലോചിക്കുക. ഹെപ്പറ്റൈറ്റിസ് എ എന്തായിരുന്നു? കുറച്ച് ഹെവി ഉള്ളൊരു വാക്സിനാണ്, അത് ഷുവറായിട്ട് മാറും. ഹെവി ഷുവർ. നമുക്ക് ഒരുപാട് വാക്സിൻ പഠിക്കാനുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖല അല്ലെങ്കിൽ പൊതുജനാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷയ്ക്ക്. അപ്പോൾ ഹെവി ഷുവർ ഹെപ്പറ്റൈറ്റിസ് എ പഠിച്ചു. ഹെപ്പറ്റൈറ്റിസ് എ, ഹെവി ഷുവർ. കെ-വാക്ക് പിന്നെ ആ വാക്ക് തന്നെ നമുക്ക് കിട്ടിക്കോളും. പിന്നെ പാപ്പനംകോട് എന്ന് പറഞ്ഞാൽ അല്ലേ, നല്ല പുണ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പുണ്യം എന്ന് പറയുമ്പം പുണ്യമാണ് പാപ്പാൻ, ആ ആനപ്പാപ്പാനെ കിട്ടിയത്. അപ്പം പാപ്പനംകോട്. നിങ്ങളുടെ നല്ല കോഡ് ഉണ്ടാക്കണം. ഞാൻ ചുമ്മാ പറഞ്ഞു ആലോചിക്കാൻ വേണ്ടി. 2024 ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സെബാസ്റ്റ്യൻ സി പീറ്റർ. ആരാണ് മക്കളെ? 2024 ജനുവരിയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സെബാസ്റ്റ്യൻ സി പീറ്റർ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്നത് കെയ്റോയിലാണ്, ന്യൂയോർക്കിലാണ്. ഇത് കൗതുകകരമായൊരു വാർത്തയാണ്. നമ്മളെ മനസ്സിൽ ആഫ്രിക്ക അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ മനുഷ്യരും ഇല്ലാത്തൊരു കാടൊക്കെ ആയിരിക്കും ചിന്ത വരിക അല്ലേ. എന്നാൽ നോക്കൂ, അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലുള്ള കെയ്റോ ആണ്. എവിടെയാണ്? കെയ്റോ അഥവാ ന്യൂയോർക്കിലെ ഒരു സ്ഥലമാണെന്ന് ആലോചിച്ച് നോക്കുക. കെയ്റോ, ന്യൂയോർക്ക്. അപ്പോൾ സെബാസ്റ്റ്യൻ സി പീറ്റർ എന്താണ് സ്റ്റാർട്ടപ്പ് പുരസ്കാരം കിട്ടിയത് സെബാസ്റ്റ്യൻ സി പീറ്റർ ആണെന്ന് ആലോചിച്ച് നോക്കുക. 2024 ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഫിഡെയുടെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാണ് ആർ പ്രജ്ഞാനന്ദ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാം ഈ പറയുന്ന മിടുക്കൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ആക്കി വാട്സപ്പിലൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ഡൗട്ട് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, 2024 ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം. 2024 ജനുവരിയിൽ ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാണ്
പ്രജ്ഞാനന്ദ മറന്നു പോകില്ലല്ലോ. അപ്പൊ സെബാസ്റ്റ്യൻ സി പീറ്റർ കെയ്റോ എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഈ പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടുപിടിച്ചു. അതൊക്കെ ആലോചിച്ച് വെക്കണേ. യെസ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഇത് ഒരുപാട് കലാപങ്ങൾ നടക്കുന്ന ലോകത്തിലെ പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഡേറ്റ് ശ്രദ്ധിക്കണം. 2024 ഒക്കെ ജനുവരി ഒക്കെ. അപ്പോൾ 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം നടന്നത് എവിടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇക്വഡോറിലാണ് കേട്ടോ. എല്ലാ ഡോറും ഇക്വഡോറിൽ അടിച്ച് പൊളിച്ചു നാട്ടുകാർ അങ്ങോട്ട് ഇങ്ങോട്ടും ഡോറൊക്കെ തല്ലി പൊളിച്ച് ഇക്വഡോർ. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം നടക്കുന്നത് ഇക്വഡോറിലാണ്. ഇക്വഡോർ. ഇനി നമ്മൾ 2024 എന്ന് പറയുമ്പോൾ 24 പ്രധാനപ്പെട്ട ചില നിയമനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടന്നു, അവിടെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി പുതിയ ചില മുഖങ്ങൾ വന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. എക്സാം അടുപ്പിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ നിയമനങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയൊന്നും തെറ്റില്ലല്ലോ, ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി, കാരണം ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ ചില വിഷയങ്ങൾ വരികയും കേസിലാവുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്തു. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. ഒരു പക്ഷേ ഞാനത് പഠിപ്പിച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് നിങ്ങളിത് ക്ലാസ് കാണുമ്പോൾ അദ്ദേഹത്തിന് പകരം വേറെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സാധ്യതകളുണ്ട് അല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ വേറെ മുഖ്യമന്ത്രി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മുടെ ജാർഖണ്ഡിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി ചാംപൈ സോറനാണ്. ഓക്കെ, ചാംപൈ സോറൻ. മറ്റൊരു സോറനായിരുന്നു ആദ്യം ഉണ്ടായത്, ഇപ്പം ചാമ്പയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചാമ്പി എന്ന് ആലോചിച്ചാൽ ഇപ്പം അദ്ദേഹത്തെ ചാമ്പി ജാർഖണ്ഡിൽ അവിടെ അദ്ദേഹത്തെ ജയിലിലൊക്കെ ആക്കി പഴയ മുഖ്യമന്ത്രി നല്ല ചാമ്പി നമ്മൾ നല്ല നാടൻ ഭാഷ പറയല്ലേ, നല്ല ചാമ്പി നല്ല പണി കൊടുത്തു. അല്ലെങ്കിൽ എന്താണ്, ജാറിൽ ചാമ്പൊക്കെ ഇട്ട് വെക്കുക. അങ്ങനെ ആലോചിക്കുക. ഒരു പാത്രം ഇങ്ങനെ എടുത്തിട്ടില്ലേ, എന്താണ് ഫുള്ള് ഒരു ജാറായിക്കോട്ടെ. ജാർ എന്ന് പറയുമ്പം ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും, ഞാൻ വരച്ചിട്ട് ഫിസിക്സാണ്. അപ്പോൾ ഒരു ജാറിൽ നമ്മൾ ചാമ്പയ്ക്ക വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചാമ്പയ്ക്ക അപ്പം നമ്മൾ നല്ലൊരു ഗ്ലാസിൻ്റെ ജാറിൽ ചാമ്പയ്ക്ക അല്ലെങ്കിൽ മാങ്ങ അതൊക്കെ ഉപ്പിലിടില്ല. അതുപോലെ ജാറിൽ ചാമ്പയ്ക്ക് ഉപ്പിലിടുക. ജാറ് ചാമ്പണ്ട ചാമ്പിക്കെന്ന് പറയില്ല മമ്മൂട്ടി സിനിമയിൽ. അപ്പോൾ ചാമ്പണ്ട ഫോട്ടോ ഒക്കെ ഇത് ചാമ്പയ്ക്ക ജാർഖണ്ഡ്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറയാം. ചത്തത് ആരാന്ന് ചോദിച്ചാൽ ചത്തത് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ്, ഇത് PSC പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കോഡാണേ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ വിഷ്ണുദേവനൊക്കെ ചത്തു കഴിഞ്ഞാൽ ദേവന്മാരുടെ അടുത്ത് ദേവലോകത്ത് എത്തുന്നോ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ കാണാമെന്നോ ആലോചിക്കുക. വിഷ്ണുവിനെയും ദേവനെയൊക്കെ കാണാൻ പറ്റും. ചത്തെന്ന് പറയില്ല, മനുഷ്യന്മാർ മരണപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ സായിബാബ ചത്തുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചത്തുന്നില്ല, മരണപ്പെട്ടു. അദ്ദേഹമൊക്കെ ഒരിക്കലും മഹാസമാധിയായി എന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ PSCക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ചാകുക. എന്നിട്ട് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ വിഷ്ണുദേവ് സായി. ഒന്നെങ്കിൽ വിഷ്ണു ദേവലോകത്തൊക്കെ നമുക്ക് ചത്താലെത്താം, അല്ലെങ്കിൽ സായിബാബ ചത്തുന്നോ. അപ്പോൾ ചാമ്പയ്ക്ക ജാർഖണ്ഡിലും പഠിച്ചു വെക്കുക. മധ്യപ്രദേശ്, മദ്യപിക്കുന്ന ആളെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളിത് എങ്ങനെ പഠിച്ചാലും മോഹൻ യാദവ്. ഞാൻ ഇതുപോലത്തെ കോഡുകൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡുകൾ ഉണ്ടാക്കി നോക്കുക, അതൊക്കെ ഏറ്റവും നല്ലത്. അപ്പം മോഹൻ യാദവാണ് മധ്യപ്രദേശ്. അപ്പം മോഹൻ യാദവ് മധ്യപ്രദേശ്. ഇനി രാജസ്ഥാനിലേക്ക് പോകണമെങ്കിലോ ഭജനയ്ക്ക് വേണ്ടി ലാലേട്ടൻ പോകാറ് രാജസ്ഥാനാണ് അല്ലേ. നമ്മൾ ലാലേട്ടൻ ഏതൊരു സിനിമയിൽ ഭജന പോലെ ഇങ്ങനെ ഇങ്ങനെ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അല്ലേ. അത് രാജാവിൻ്റെ ഒരു കൊട്ടാരം അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ലാലേട്ടൻ നല്ല മനോഹരമായ പാട്ട് പാടുന്നുണ്ട്, നല്ല ഭജന പോലെ. അപ്പം ലാലേട്ടന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ലാലേട്ടൻ പാടുന്നല്ലേ. അപ്പോൾ ഭജൻലാൽ രാജസ്ഥാനിലാരാണ്? ഭജൻലാൽ ശർമ്മ. കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ മാറി, വസുന്ധരാജാദി സിന്ധ്യ അല്ല. ഇതൊക്കെ നമുക്ക് സംശയം വരും. അപ്പോൾ രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയും മധ്യപ്രദേശിൽ മോഹൻ യാദവുമാണ്. തെലങ്കാനയുടെ പ്രിയപ്പെട്ട നേതാവ്, അവിടുത്തെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന പ്രധാനപ്പെട്ടൊരു സംസ്ഥാനമാണല്ലേ തെലങ്കാന. അപ്പോൾ നമുക്ക് തെലങ്കാന എന്ന് പറയുമ്പോൾ RRR നാട്ടു സിനിമയൊക്കെ വരും. അതുപോലെ തന്നെ RR എന്ന് പഠിച്ചത് എന്താണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. മിസോറാമിൻ്റെ മുഖ്യമന്ത്രി ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് ലാലൻ തന്നെ. അപ്പം ലാൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം മോഹൻ യാദവ്, അവിടെ ഒരു മോഹൻലാലിൻ്റെ മോഹനുണ്ട്. ഭജൻലാൽ രാജസ്ഥാനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാൽ ദുഹോമ മിസോറാം പഠിച്ചോളുക. ലാൽ ദുഹോമ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ലാൽ ദുഹോമ മിസോറാമിലെ മുഖ്യമന്ത്രിയാണ്. സെറ്റാണ് പഠിച്ചോളാം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ ഇന്ത്യൻ നേവിയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 ഇത് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്താണ് മക്കളെ. അപ്പം മിലാൻ 24 എന്ന് പറയുന്ന നേവിയുടെ അഭ്യാസ പ്രകടനം ഇന്ത്യൻ നേവി മിലാൻ എവിടെ നടന്നു? വിശാഖപട്ടണത്തിലാണ്. ഓക്കെ, സെറ്റാണോ? നേവിയുടെ
മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ 24 ഇവിടെ നടന്നു നേവി മൾട്ടിനാഷണൽ അഭ്യാസം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമൊക്കെയുള്ള വിശാഖപട്ടണത്താണ് മിലാൻ 24 നടന്നത്. മിലാൻ 24. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഒരുപാട് ഗെയിംസ് ഉണ്ട്, മാറരുത്. അപ്പൊ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. ഓക്കെ, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. മിലാൻ 24 എന്ന് പറഞ്ഞ നേവിയുടെ അഭ്യാസം നടന്നത് വിശാഖപട്ടണം, മാറരുത്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹബ്ബ്. അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു തൊഴിലിടം നൽകുന്ന പദ്ധതിയാണ് ഷീ ഹബ്ബ്. പഠിച്ചു വെക്കണേ, ഷീ ഹബ്ബ്. ഷീ ഹബ്ബ്. ഇപ്പൊ IT എന്ന് കേൾക്കുമ്പോൾ നമുക്ക് IT ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹബ്ബ് ഓർമ്മ വരും. അപ്പൊ ഷീ ഹബ്ബ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. മക്കളെ, ഏതാ രാജ്യം? സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളായിരുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കുകയും വേണം. അപ്പൊ ഇലക്ട്രിക് മണ്ണ് എവിടെ വന്നു? സ്വീഡനിൽ വന്നു. ആഹാ, ഈ സോയിൽ എന്നാ വിളിക്കുക. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. അറിയാൻ കൗതുകം ഉണ്ടാവും അല്ലേ? ഇവിടെ കാണിച്ചു തരാൻ, ഉൾപ്പെടുത്താൻ വിട്ടു. അതാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടോ. ഇലക്ട്രിക് മണ്ണ്. അപ്പൊ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ രാജ്യം സ്വീഡൻ. അങ്ങനെയൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾ ഒരു സെക്കൻഡ് ചിലവാക്കിയാലും 10 സെക്കൻഡ് ചിലവാക്കിയാലും നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അതിനെ ഞാനതൊക്കെ പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് മണ്ണ് ലോകത്തിൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ. മറന്നുപോലല്ലോ. യെസ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് NSS, നായർ സർവീസ് സൊസൈറ്റി അല്ലെ, NSS ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജ്. ലിവിങ് ബിയോണ്ട് ദി ഏജസ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. കണ്ടോ നിങ്ങൾ? മന്നത്ത് പത്മനാഭനെ കുറിച്ച് NSS ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഗവേഷണ ഗ്രന്ഥമാണ് ഇത്. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രഹ്മോസ് കയറ്റുമതി ചെയ്യുകയാണ്. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഇറക്കുമതി എന്നല്ല പഠിക്കാറ്. അപ്പൊ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ് ആണെന്ന് പഠിച്ചു വെക്കണം. 2024 ജനുവരിയിൽ മൗറീഷ്യസിലും ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ഐലൻഡിലുമെല്ലാം, പ്രധാനമായിട്ടും മൗറീഷ്യസ് ആട്ടോ പഠിച്ചു വെക്കേണ്ടത്. സ്റ്റാർ ഇട്ട് വെക്കാം, മൗറീഷ്യസ്. അപ്പൊ ഈ മൗറീഷ്യസിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റുണ്ട് അല്ലേ? അപ്പം മൗറീഷ്യസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചില ഇസ്ലാമികപരമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന പേരാണ് എന്താണ്, വല്ലാത്തൊരു ബലാലാണെന്നൊക്കെ പറയാം അല്ലേ? ഓനൊരു ചെയ്ത്താനാണ്, ഒരു ബലാലാന്നൊക്കെ പറയും. അപ്പം ബലാൽ നമ്മുടെ ബിലാൽ അല്ല കേട്ടോ, മമ്മൂക്കിയുടെ. അത് ബിലാൽ, ഇത് ബലാൽ. നോക്കൂ ദ ബലാൽ. പിന്നെ മറക്കൂല മൗറീഷ്യസ്. അപ്പൊ മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം അല്ലേ, നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷേ, മഡഗാസ്കർ അതിനോട് ചേർന്ന് കൊണ്ട് എന്താ പറയുക, മൗറീഷ്യസ് എന്ന കുഞ്ഞൊരു ദ്വീപരാഷ്ട്രമുണ്ട്. ആ മൗറീഷ്യസിൽ ഇങ്ങനെ ഗംഭീരമായ ഒരു സൈക്ലോൺ വരികയാണ്. അതിൻ്റെ പേരാണ് ഒരു ബലാല വന്നത് പറയില്ലേ. വല്ലാത്തൊരു ബലാലോം വന്നു. ഇതൊക്കെ ഈ പറയുന്ന മലപ്പുറം അവിടേക്കുള്ള ആളുകൾ സ്ഥിരമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബലാൽ. അപ്പോൾ ഈ ബലാൽ എവിടെയാണ് വന്നത്? മൗറീഷ്യസിലാണ് വന്നത്. എവിടെയാണ് വന്നത്? മൗറീഷ്യസിലാണ്. പഠിച്ചോളുക, മറന്നു പോകരുതേ. ജനുവരി മാസം നോട്ട്. 2024 ജനുവരിയിൽ ഒരുപാട് ചുഴലിക്കാറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്കിതൊക്കെ മാറിപ്പോൾ. ഇഷ ചുഴലിക്കാറ്റ്, ടൗട്ടെ ചുഴലിക്കാറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാറരുത്. അപ്പോൾ ഇവിടെ ജനുവരിയിൽ മൗറീഷ്യസിൽ ആര് വന്നു? ബലാൽ വന്നു. സെറ്റ്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം. പല രൂപത്തിലുള്ള വധശിക്ഷകളൊക്കെ നിങ്ങൾ കേട്ടു. ഇത് നൈട്രജൻ വാതക വധശിക്ഷയാണ്. അപ്പം നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യം ആരെന്ന് ചോദിച്ചാൽ സംശയഭേദമന്യേ നിങ്ങൾ പറയണം അമേരിക്ക എന്ന് പറയാം. ഓക്കെ, അപ്പം മൗറീഷ്യസിലും ഫ്രാൻസിന്റെ അധീനതയിലുള്ള ചില യൂണിയൻ ഐലൻഡിലൊക്കെ നാശം വിധിച്ച ചുഴലിക്കാറ്റാണ് ബലാല്. അതുപോലെ നൈട്രജൻ വാതക വധശിക്ഷ നടപ്പാക്കിയ രാജ്യമാണ് USA. അതുപോലെ മന്നത്തിന്റെ പുസ്തകമാണ് മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. ദെൻ നോക്കൂ, നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ സുഭാഷ് ചന്ദ്രൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു വെക്കണം. നാടൻ കലാ ഗവേഷണ പാഠശാല സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ആ ഒരു പുരസ്കാരത്തിൽ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് സജി മടപ്പാട്ടനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. അപ്പം നാടൻ കലാ ഗവേഷണ പാഠശാല, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പുരസ്കാരങ്ങളാണ് മക്കളെ. അതുകൊണ്ട് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്.
നാടൻ കലാ ഗവേഷണ പാഠശാല സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ. കലാശ്രേഷ്ഠ പുരസ്കാരം സജി നമ്പ്യാട്ട് എന്ന് പറഞ്ഞ ചങ്ങായി വേറെ ഉണ്ട്, നിങ്ങൾ ചാനൽ ചർച്ച ചെയ്ത് നോക്കിയാൽ കാണാം, അയാളല്ലോട്ടത്. ഇത് സജി മടപ്പാട്ട് കലാശ്രേഷ്ഠ പുരസ്കാരം. ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ അല്ലേ, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് പഠിച്ചവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. വൈ ഭാരത് മാറ്റേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ കൃതിയാണ്? ഞാൻ പറഞ്ഞു അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, എസ് ജയശങ്കർ അല്ലേ. വൈ ഭാരത് മാറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹവും നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. നമ്മൾ കോഡൊക്കെ ആക്കി പഠിച്ചിരുന്നു. മനസ്സിനൊരു സുഖമുണ്ടാവില്ല, ആരോഗ്യമില്ലെങ്കിൽ മനസ്സിന് സുഖമുണ്ടാവില്ല അല്ലേ, മനസ്സിന് സുഖമുണ്ടാവില്ല. മൻസുഖ് മാണ്ഡവ്യ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു അല്ലേ. അപ്പൊ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം എന്ത് ചെയ്യാണ്? നരേന്ദ്രമോദിയൊക്കെ പിക്ചറിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം പുസ്തകമാക്കി എഴുതുന്നു. അപ്പോൾ ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ. നല്ല കിടിലം പോയിന്റ് പഠിച്ചോളുക. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടേതാണ്? എസ് ജയശങ്കർ കഴിഞ്ഞ ക്ലാസ് കണ്ടു പഠിച്ചോളാം. ഇത് ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ മൻസുഖ് മാണ്ഡവ്യ അല്ലേ. ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ. അപ്പം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിനൊരു സുഖം വേണ്ടേ, ആരോഗ്യമൊക്കെ വേണ്ടേ. അപ്പോൾ ഫെർട്ടിലൈസിങ് ദി ഫ്യൂച്ചർ ഓക്കെ ആണോ? സെറ്റാണോ? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തി. ഇതെല്ലാവർക്കും അറിയാം. കാരണം ഇച്ചിരി പത്രവും ടി വി ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ ആ ദിവസം മറക്കൂല അല്ലേ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ത് പറഞ്ഞു, നമ്മുടെ VD സതീശൻ എന്ത് പറഞ്ഞു, പിണറായി വിജയൻ എന്ത് പറഞ്ഞു അല്ലേ. ഷംസീർ എന്നെ അന്തം വിട്ട് നോക്കി, എന്താ ഇപ്പം ഇത്, ദാ വന്നു ദാ പോയില്ലേ. സുരേഷ് ഗോപി ഡയലോഗ്. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയത് നമ്മുടെ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ജി ആണ്. അപ്പോൾ അദ്ദേഹം നോക്കൂ, 1.24 മിനിറ്റ്. നമ്മളൊരു ചോദ്യം വായിക്കാൻ എടുക്കുന്ന സമയത്തേക്കാളും പെട്ടെന്ന് ഏകദേശം മൂപ്പര് പരിപാടി കഴിച്ചു അല്ലേ. അപ്പോൾ 1.24 മിനിറ്റ്സ് എടുത്തു മൂപ്പര് നയപ്രഖ്യാപനം നടത്തി. ഇനി ഇത് റെക്കോർഡ് എനിക്ക് തോന്നുന്നില്ല ഭാവിയിൽ വരുന്ന ഏതെങ്കിലും ഗവർണർമാർ തിരുത്തുമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡ് മൂപ്പര് സ്വന്തമാക്കി ചിന്തിക്കും കേട്ടോ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ടൈം ഒന്ന് ശ്രദ്ധിക്കണേ. 1.24 മിനിറ്റ് ആണ് അദ്ദേഹം എടുത്തത് നയപ്രഖ്യാപനം. സെറ്റ്. നോക്കൂ, ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈത്ത് ദിനാറാണ്. കുറച്ച് വർഷമായിട്ട് മൂപ്പര് തന്നെയാണ് അവിടെ പഠിക്കുക. കുവൈത്തിലൊക്കെ ഉള്ള അളിയനൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചു കൊടുക്കുക. കുവൈത്തിൽ അളിയനോട് ചോദിക്കുക, നല്ല പൈസ കിട്ടില്ലേ. അപ്പോൾ ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈത്ത് ദിനാറാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ കടലിനടിയിൽ ഹൈൽ 523. ഇതൊക്കെ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ ഗവേഷണം നടത്തിയിട്ടാണ് ഈ മലയാളത്തിലേക്ക് പേര് മാറ്റുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പേരുകൾ കണ്ടോ നിങ്ങൾ, ഹൈൽ 523. അപ്പോൾ ഹൈൽ 523 ഇത് ഒരു അത്യാധുനിക ആണവ ഡ്രോണാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം നടത്തുന്നു. ഇങ്ങനെയൊക്കെ ആണവെന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരും ആ ചങ്ങാതി അല്ലേ. ആരാ ചങ്ങായി? നമ്മളെ ഹിറ്റ്ലറൊക്കെ കഴിഞ്ഞ് ഇപ്പം ലോകത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ദുഷ്ടന്മാരുടെ ഫോട്ടോ നമ്മളെ മനസ്സിലേക്ക്, ദുഷ്ടം നല്ലോട്ടോ പഠിക്കാൻ വേണ്ടി പറയണേ, അങ്ങനെ വരുന്ന ഒരാളില്ലേ, ഉത്തര കൊറിയയുടെ ഭരണാധികാരി അല്ലേ. അപ്പോൾ ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം ഈ പറഞ്ഞ ആണവശേഷി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ വിറപ്പിക്കാറുണ്ടെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2024 ജനുവരിയിൽ കടലിനടിയിൽ ഹൈ എന്താ ഈ ചങ്ങായി കളിക്കുന്നത്, ഹൈൽ 523. നോക്കൂ. അപ്പോൾ 2024 മുമ്പ് 2023 പേരിട്ടു. ഹൈൽ 523 എന്ന അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയ രാജ്യം. അപ്പോൾ ആണവശേഷി കയ്യിലുള്ളത് കൊണ്ടാണ് ഈ അഹങ്കാരം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഉത്തര കൊറിയക്കില്ലേ. അപ്പോൾ ഉത്തര കൊറിയ എന്ത് ചെയ്തു? ജനുവരിയിൽ കടലിനടിയിൽ എന്ത് ചെയ്തു? ഹൈൽ 523. പഠിച്ചു വെക്കണം. ഒരു മാർക്ക് ഉറപ്പിച്ച ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മാത്രം കിട്ടണം. അതിനെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഹൈൽ 523 ഹൈ എന്ന് പറയുന്ന ആണവ പരീക്ഷണം നടത്തിയ ആരാണ്? ഹൈൽ നമ്മുടെ ഉത്തര കൊറിയയാണ്. സുഗതകുമാരി ടീച്ചറുടെ ജീവിതം ആസ്പദമാക്കി MR രാജൻ. സുഗതകുമാരി ടീച്ചറുടെ ജീവിതം ആസ്പദമാക്കി MR രാജൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. നമ്മൾ പലപ്പോഴും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർ, പരിസ്ഥിതി പ്രവർത്തകരോടൊക്കെ പറയാറുണ്ട്, അവരിങ്ങനെ കഷ്ടപ്പെട്ട് പോരാടി അവസാനത്തിന് റിസൾട്ട് ഉണ്ടാവുകയില്ല, ചെയ്യേണ്ടവരതൊക്കെ ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ സുഗതകുമാരി ടീച്ചറെ കുറിച്ച് നമുക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാം, വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടി പറയുകയാണേ. ടീച്ചർ ഒരുപാട് പാരിസ്ഥിതിക വിഷയത്തിനകത്ത് ഇടപെടുകയും പലപ്പോഴും അതിന് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഒന്ന് പിന്നോട്ടൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികളെന്ന് വേണമെങ്കിൽ ടീച്ചറെ കുറിച്ച് ആര് പറഞ്ഞു ആലോചിക്കുക? MR രാജൻ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി ആലോചിക്കുക. MR രാജൻ ആരെക്കുറിച്ചാണ്? നമ്മുടെ ടീച്ചറെ കുറിച്ച്. സുഗതകുമാരി ടീച്ചറുടെ ജീവിതമാസ്പദമാക്കി MR രാജൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. തോൽക്കുന്ന യുദ്ധത്തിലെ
പടയാളികൾ. സെറ്റാണേ. ഇവിടെയാണ് നോക്കൂ മക്കളെ കിടലായിട്ടൊരു പോയിന്റ്. കഴിഞ്ഞ 2023 PSC ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ കുമാരനാശാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി KP കുമാരൻ എന്ന് പറയുന്ന വ്യക്തി സംവിധായകനാണ്. KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. PSC ചോദിച്ചു. അപ്പോ സുഗതകുമാരി ടീച്ചറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ടീച്ചറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ആണെങ്കിൽ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ KP കുമാരൻ സംവിധാനം ചെയ്ത KP കുമാരൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, JC ഡാനിയൽ പുരസ്കാരമൊക്കെ കിട്ടിയ KP കുമാരൻ. ആ KP കുമാരനാണ് എന്ത് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് ഈ പറയുന്ന ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, നോക്കൂ അടുത്തൊരു പോയിന്റ്. വനത്തിനുള്ളിൽ വെച്ച് തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. മക്കളെ, പൊതുവേ നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ കടന്നലും തേനീച്ചും കുത്തി നമ്മൾ മരിക്കൂല. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ അവിടെ കടന്നൽ കൂടിന് പോയിട്ട് കല്ലെറിയാണ്ട് ഇനി 10 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ മനസ്സ് കയറ്റിക്കൊള്ളുക, പഠിക്കുക. അങ്ങനെ 10 ലക്ഷം രൂപ വനത്തിനുള്ളിൽ വെച്ച് ചിലപ്പോൾ നമ്മുടെ ജീവൻ പോകുക എന്നല്ലാണ്ട് 10 ലക്ഷം കിട്ടുമില്ലെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറ്റും. അപ്പോൾ തേനീച്ചയും കടന്നലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം കിട്ടും എന്ന് സംസ്ഥാനം പറയുന്നുണ്ട്. അത് ഏതാണ്? അത് കേരളമാണെന്ന കാര്യം മനസ്സിൽ കയറ്റുക. 1 മാർക്ക് സെറ്റ്. അടുത്തിടെ അന്തരിച്ച ഷോൺ ബാർബർ. ശ്രദ്ധിച്ചു വെക്കണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. കഴിഞ്ഞ 2022 ഞാൻ പലപ്പോഴായിട്ട് പല സെൻറ്ററുകളിലും പഠിപ്പിച്ച ചില പേരുകൾ. ഇപ്പോൾ ഷെയ്ംബോണ്, അങ്ങനെ പല പേരുകളും പല കളിക്കാർ അടുത്ത് മരണപ്പെട്ടതും അല്ലാത്തൊക്കെ ആളുകളുണ്ടാവും. ഇവരെക്കുറിച്ചൊക്കെ നല്ല രൂപത്തിലുള്ള ചോദ്യങ്ങൾ 2023 PSC ചോദിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലൊരു പേരാണ് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഷോൺ ബാർബർ. ഇതാണ് ഇപ്പം നമ്മളെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും പോൾ വാൾട്ടാണ്. അപ്പോൾ ബാർബർ എന്ന് പറഞ്ഞാൽ നല്ല വോൾട്ടേജ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ പോൾ വാൾട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലൊരു പേരാണ് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഷോൺ ബാർബർ. ഇതാണ് ഇപ്പം നമ്മളെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും പോൾ വാൾട്ടാണ്. അപ്പോൾ ബാർബർ എന്ന് പറഞ്ഞാൽ നല്ല വോൾട്ടേജ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ പോൾ വാൾട്ട്. അപ്പോൾ ആലോചിച്ച് വെക്കണം, ഈ ബാർബർ എന്താ ചെയ്യുക? വോൾട്ടേജ് ഉള്ള കടയിലാണ് നിൽക്കുകയെന്നോ അല്ലെങ്കിൽ പോൾ വാൾട്ട് എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ബാർബർ. അപ്പം നിങ്ങൾ പോൾ വാൾട്ട് ഇങ്ങനെ മനസ്സിൽ കയറ്റിയിട്ട് ഈ ബാർബർ അങ്ങോട്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അറിയുന്ന ബാർബർ ഏതാണോ ആ ബാർബറേയും ഈ പോൾ വാൾട്ടിനെയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷോൺ ബാർബർ അല്ലേ, ഷോൺ ബാർബറിനെ നിങ്ങൾ അല്ലേ പോളാക്കി അങ്ങോട്ട് വെക്കുക. ഓക്കെ, പോൾ. അപ്പം ഷോൺ ബാർബർ എന്താ സംഭവം? പോൾ വാൾട്ട്. മറന്നു പോവോ? ഇല്ലല്ലോ. ഇപ്പോൾ ബാർബർ ഷോപ്പിലെ വോൾട്ടേജ് കുറഞ്ഞു എന്നോ ബാർബർ ഷോപ്പിൽ വോൾട്ടേജ് ഇല്ല എന്നോ. അപ്പോൾ വോൾട്ടേജും ബാർബർ ഷോപ്പും തമ്മിൽ എന്തെങ്കിലും കണക്കിരിക്കുക. അല്ലെങ്കിൽ ബാർബറും വോൾട്ടേജും അല്ലേ, വോൾട്ടേജുള്ള ബാർബർ അങ്ങനെ കളിച്ചൂടെ, വോൾട്ടേജുള്ള ബാർബർ. അത് ചിരിച്ച് കേട്ടോ, ഞാൻ പഠിക്കാൻ വേണ്ടി പറയുകയാണേ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഷോൺ ബാർബർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിഖ്യാതനായ പോൾ വാൾട്ട് താരമാണ് ഷോൺ ബാർബർ. സെറ്റാണേ, ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഷോൺ ബാർബർ, പോൾ വാൾട്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ സിഗ്നൽ ഫ്രീ റോഡ് വരുന്നത് NH 66 ആണ്. അപ്പോൾ 66 എന്നിങ്ങനെ എഴുതല്ലേ, രസമല്ലേ കാണേ. അപ്പോൾ NH 66 ഈ പറയുന്ന സിഗ്നൽ ഫ്രീ റോഡ് ആവാൻ പോവുകയാണ്. 3ാം തലമുറ എന്ന കൃതി രചിച്ചത് അല്ലേ. നമ്മൾ ചില കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, ഈ അടുത്ത് മരണപ്പെട്ടതോ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ചോ ആയ ആളുകളുടെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പം KB ശ്രീദേവി നമ്മൾ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരിയാണ്. അപ്പം KB ശ്രീദേവി അന്തരിച്ചു. അവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് 3ാം തലമുറ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർ ഇട്ട് വെക്കും ഞാൻ, നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം KB ശ്രീദേവി ആരുടെ പുസ്തകമാണ് 3ാം തലമുറ എന്ന് ചോദിക്കാം. KB ശ്രീദേവി. ഇവരുടെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യജ്ഞം, അഗ്നിഹോത്രം, മുഖത്തോട് മുഖം, കുട്ടിത്തിരുമേനി, പറയിപ്പറ്റ പന്തിരകുലം. ഞാൻ എപ്പോഴും കോഡ് നിങ്ങൾക്ക് ആക്കി തരാറുണ്ട്. ഇപ്പം ഇത് ആകെ 5 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കോഡൊന്നും ആക്കുന്നില്ല. നോക്കൂ, ഈ ഒരു അഗ്നിയിൽ ഹോമം നടത്താറുണ്ട് അല്ലേ. അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു യജ്ഞം നടക്കുകയാണ്, അഗ്നിയുണ്ട് അവിടെ. അവൾ നടത്തുന്ന ഒരു ചെറിയ കുട്ടി തിരുമേനിയാണ്. എന്തിനു വേണ്ടി നടത്തുന്നത്? ഈ പറയിപ്പറ്റ പന്തിരകുലത്തിലെ അവർക്ക് വേണ്ടിയിട്ട് നടത്തുകയാണ്. അങ്ങനെ നമുക്ക് ആലോചിച്ചിട്ടൂടെ.
ഈ പറയിപ്പറ്റ പന്തിരകുലം നമ്മൾ പാടാറില്ലേ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് പറയിപ്പറ്റ പന്തിരകുലം. അപ്പോൾ പറയിപ്പറ്റ പന്തിരകുലത്തിന് വേണ്ടി അതിൻ്റെ 3ാം തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട് പറയിപ്പറ്റ പന്തിരകുലത്തിൻ്റെ. അപ്പോൾ പറയിപ്പറ്റ പന്തിരകുലത്തിൻ്റെ 3ാം തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി തിരുമേനി എന്ത് ചെയ്യാണ്, ഒരു യജ്ഞം നടത്തുകയാണ്. അത് എന്താ ചെയ്യുക, നമ്മളെ എല്ലാവരെയും വിളിച്ച് മുഖത്തോട് മുഖം നോക്കിയിട്ട് അദ്ദേഹം ഒരു അഗ്നി ഹോമം പോലെ അല്ലെങ്കിൽ അഗ്നി കുണ്ടൊക്കെ വെച്ചിട്ട് ഒരു ഹോമം നടത്തുകയാണ്, അഗ്നിഹോത്രം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം, 3ാം തലമുറ എന്ന് വെച്ചാൽ പറയിപ്പറ്റ പന്തിരകുലത്തിലെ 3ാം തലമുറയ്ക്ക് വേണ്ടി ഒരു കുട്ടി തിരുമേനി മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് യജ്ഞം നടത്തുകയാണ്, അഗ്നിഹോത്രം എന്ന് പറഞ്ഞ യജ്ഞം നടത്തുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു കഥ പോലെ ആക്കി വെക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയക്ക് നല്ലൊരു കോഡ് ഉണ്ടാക്കാം. എന്താണെങ്കിലും നോക്കൂ, KB ശ്രീദേവിയുടെ കൃതികൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത്തരത്തിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്ന കൃതികളിൽ നിന്ന് നല്ല രൂപത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ പിള്ളേർ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ച് നോക്കുക, ഒരു മാർക്ക് കിട്ടും. സെറ്റാണോ? അപ്പം KB ശ്രീദേവി എന്ന് പറയുമ്പോൾ എന്ത് വേണം മനസ്സിലേക്ക്, എന്ത് വേണം? ഒരു കുട്ടി തിരുമേനി ആലോചിക്കുക. ശ്രീദേവി എന്നൊക്കെ പറയും അല്ലേ, നമ്മുടെ ശ്രീദേവി എന്ന് പറയുന്ന സിനിമ നടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രീദേവി എന്ന് പറയുമ്പോൾ പറയിപ്പറ്റ പന്തിരകുലത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ 3ാം തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ ഒരു കുട്ടി തിരുമേനി യജ്ഞം നടത്തുകയാണ്, അഗ്നിഹോത്രം എന്ന് പറഞ്ഞ യജ്ഞം. അപ്പോൾ എങ്ങനെ നടത്തുന്നത്, നമ്മളിങ്ങനെ ഹോമം നടത്തുന്നതിന് മുമ്പിൽ ആളുണ്ടാവില്ലേ, അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ നടത്തുകയാണ്, ചിന്തിക്കട്ടാ. ഓക്കെ, ഇവിടെ ജ്ഞാനപ്പാന പുരസ്കാരം ഇവർക്ക് 2021 ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ചിലപ്പോൾ LDC ഉള്ള എക്സാമിന് നല്ല നിലവാരമുള്ള സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ ഒരു മാർക്ക് കിട്ടും. 2021 ജ്ഞാനപ്പാന പുരസ്കാരം KB ശ്രീദേവിക്ക് ലഭിച്ചു. ഒന്നോർത്ത് വെക്കുക. നിർമ്മല എന്ന സിനിമയിലെ ആ കഥ ഇവർ എഴുതിയതാണ്. അപ്പം നിർമ്മല എന്ന കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. അപ്പം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിർമ്മല എന്ന് പറയുന്ന കഥയ്ക്കാണ് അത് ലഭിച്ചോട്ടെ. അവർ കഥ എഴുതി, ആ കഥ നിർമ്മല എന്ന കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, വ്ളാഡിമിർ സെലൻസ്കി നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഉക്രൈൻ റഷ്യ വാർ. അപ്പോൾ ഉക്രൈനിലെ ഭരണാധികാരി വ്ളാഡിമിർ സെലൻസ്കി, വ്ളാഡിമിർ പുടിൻ, റഷ്യ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നോക്കൂ, സോവിയറ്റ് യൂണിയൻ അഥവാ അന്നത്തെ റഷ്യ അല്ലേ, ആ റഷ്യയുടെ എല്ലാമായ ലോകം കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ വ്ളാഡിമിർ ലെനിൻ, ആ ലെനിന്റെ 100ാമത് ചരമവാർഷികം ആചരിക്കുന്നത് 1924 നമുക്കറിയാം ലെനിൻ അന്തരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന വ്ളാഡിമിർ ലെനിന്റെ 100ാമത് ചരമവാർഷികം ആചരിച്ചത് 2024 ജനുവരി മാസം 21-ാം തീയതി. വൈക്കം സത്യാഗ്രഹത്തിന് ശതാബ്ദി ആഘോഷിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ വീണ്ടും എന്താ പറയുക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ജനുവരി മാസം 21-ാം തീയതി നിങ്ങൾ മറക്കരുത്. ഇത് ആലോചിച്ച് വെക്കുമ്പോൾ എന്തുകൂടി ആലോചിച്ച് വെക്കുക, നമ്മുടെ ഇന്ത്യയിൽ ജനുവരി 22 വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഞാനൊരു സ്റ്റാർ കൂടി ഇങ്ങോട്ട് ഇടും. ഈ സ്റ്റാർ വീണ്ടും ഒരു സ്റ്റാർ കൂടി ഇടും, 2 സ്റ്റാർ ആയില്ലേ, കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കൂ, കമ്മ്യൂണിസ്റ്റ് നേതാവായ ലെനിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അദ്ദേഹത്തിന്റെ 100ാം ചരമവാർഷികം ലോകത്താകമാനം ആചരിക്കുന്നത് 2024 ജനുവരി 21. അത് ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ആഗ്രഹം പോലെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ആലോചിക്കുക. അതാണ് ജനുവരി 22. അപ്പോൾ ജനുവരി 21 ലെനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 22 ഇന്ത്യയിലേക്ക് വരെ നരേന്ദ്രമോദിയെ കുറിച്ച് ആലോചിക്കുക. എന്താണ് ആലോചിക്കേണ്ടത്? നരേന്ദ്രമോദിയെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, അവിടുത്തെ പ്രാൺ പ്രതിഷ്ഠയെ കുറിച്ചാണ്, രാമനെ കുറിച്ചാണ്. അയോധ്യയിലെ തർക്കമന്ദിര ഭൂമിയിലെ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് 2024 ജനുവരി മാസം 22-ാം തീയതി. കൃത്യമായിട്ട് ഡേറ്റ് മനസ്സിലാക്കിയിരിക്കെ. ലെനിനെ കുറിച്ച് പറയുമ്പോൾ 2024 ജനുവരി 21 കിട്ടി. അവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. 2024 ജനുവരി 22, 24, 22 സെറ്റാണ്. ആ ഡേറ്റിലാണ് നരേന്ദ്രമോദിജി പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ രാംലീല വിഗ്രഹം അല്ലെ, രാംലല്ല എന്നല്ല പറയാ. അപ്പൊ രാംലല്ല വിഗ്രഹത്തിന്റെ ശില്പി, അവിടെ പ്രതിഷ്ഠിച്ച നമ്മുടെ രാമന്റെ അല്ലെ വിഗ്രഹം, അയോധ്യ രാമക്ഷേത്രത്തിലുള്ള രാമന്റെ വിഗ്രഹം, ആ വിഗ്രഹം അതിന്റെ ശില്പി അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഈ കൊടുത്തത്. അദ്ദേഹത്തിന്റെ പേര് അരുൺ യോഗി രാജ് എന്നൊരു യോഗിയാണെന്ന് ആലോചിക്കും കേട്ടോ. അങ്ങനെ ആലോചിക്കും, ഒരു യോഗിയാണ് അതിന്റെ ശില്പി. ഓക്കെ, ഇപ്പൊ KB ശ്രീദേവിയുടെ കൃതികൾ ഓർമ്മയില്ലേ, യജ്ഞ ഓർമ്മയില്ലേ, കുട്ടി തിരുമേനി ഓർമ്മയില്ലേ അല്ലേ, മുഖത്തോട് മുഖത്തിരുന്ന ഓർമ്മയില്ലേ, പറയിപ്പറ്റ പന്തിരകുലം ഓർമ്മയില്ലേ, 3ാം തലമുറ ഓർമ്മയില്ലേ, ഇങ്ങനെ ആലോചിക്കണം കേട്ടോ കോഡൊക്കെ. അപ്പൊ ഇവിടെ അരുൺ യോഗി രാജ് പഠിച്ചു വെക്കുക. അയോധ്യയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മക്കളെ. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിനിന്റെ പേര് ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ അല്ലേ. ആസ്ഥ ഒരുപാട് പ്രത്യേകതയുള്ള അയോധ്യയിലേക്ക് ഇഷ്ടത്തോടു കൂടി കേരളത്തിലെ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലേ
ആ ഒരു രാമൻ്റെ ആസ്ഥാനത്തേക്ക് പോകാൻ ആലോചിക്കുക, രാമൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ആസ്ഥാനം, അങ്ങനെ ആലോചിക്കുക ആസ്ഥ. അപ്പോൾ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനാണ്, ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ. അയോധ്യയിലെ വിമാനത്താവളം, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ നവീകരിച്ചു നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അയോധ്യയിൽ വലിയ വികസനം വരിക അല്ലേ. അപ്പോൾ അയോധ്യയിലെ വിമാനത്താവളത്തിൻ്റെ പേരാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. പിടിച്ചോ. അപ്പോൾ സെറ്റാണ്, ഡേറ്റ് സെറ്റാണ്. അരുൺ യോഗിരാജിൻ്റെ പേരും സെറ്റാണ്. കേരളത്തിൽ നിന്ന് UGC JRF നേടുന്ന ആദ്യത്തെ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭ. കേരളത്തിൽ നിന്ന് UGC JRF നേടുന്ന ആദ്യത്തെ ട്രാൻസ് വുമൺ, ആദ്യത്തെ വക്കീലാരാണ്, ആദ്യത്തെ ഡോക്ടറാണ്, അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെ പഠിച്ചു നോക്കുക. കേരളത്തിൽ നിന്ന് UGC JRF നേടുന്ന ആദ്യത്തെ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭ. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്ന എവിടെയാണ്? മനോഹരമായി രസകരമായി പഠിക്കാൻ പറ്റും. നോക്കൂ, ലിഫ്റ്റ് പാലം. നമ്മൾ പല തരത്തിലുള്ള ലിഫ്റ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് ഒരു ബോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു വലിയ എന്തെങ്കിലും ഒരു തോണിക്കകത്ത് ഹൈറ്റുള്ള എന്തെങ്കിലും സാധനം കൊണ്ടിട്ട് ഈ പറയുന്ന പാർവതി പുത്തനാർ, കാരണം നിങ്ങളൊരു കനാലാണ് അല്ലേ, നിങ്ങൾ കനാലി കനാൽ എന്നൊക്കെ പറയുന്ന ഈ പാർവതി പുത്തനാർ ഈ പറയുന്ന തിരുവനന്തപുരംകാർക്ക് അറിയാം. അപ്പോൾ അവിടെ അതിലൂടെ ഒഴുകുന്ന ഒരു കനാല്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജലഗതാഗത സംവിധാന മാർഗമാണത്. അപ്പോൾ അവിടെ ഒരു പാലം പണി അതിൻ്റെ കുറുകെ. അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങൾ കാണാറുണ്ട് അല്ലേ, പല വിദേശ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കപ്പൽ വരുന്ന സമയത്ത് പാലം ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ പൊന്തും, എന്നിട്ട് കപ്പൽ പോയ ശേഷം താവും. അതേ സംവിധാനം ഇപ്പം ലിഫ്റ്റാണ്. ഇതെങ്ങനെ നമ്മൾ ആലോചിച്ച് വെക്കുന്നു പറഞ്ഞാൽ, നോക്കൂ, കരിക്ക് കേൾക്കുക നിങ്ങൾ. ഞാൻ കരിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു കരിക്ക് ഉണ്ടല്ലോ ചാനൽ, നമ്മളെ യൂട്യൂബ് വ്ളോഗർമാർ, ആ കരിക്കല്ല ഇത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മലബാറിൽ പറയും കരിക്ക്, അല്ലെങ്കിൽ തേങ്ങാ വെള്ളം എന്നൊക്കെ പറയുന്ന, കരിക്കും വെള്ളം എന്നൊക്കെ പറയല്ലോ. ഈ കരിക്കിടണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറണം. ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് തെങ്ങുമ്പോൾ കയറി അല്ലേ. അപ്പം നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്ന പറയാം ഹൈറ്റ്. ഇപ്പോൾ ലിഫ്റ്റ് കയറി മുകളിൽ പോയിട്ട് കരിക്കിട്ട് താഴെ വരും. എന്ത് സംവിധാനം! നിങ്ങൾ ഭാവി അതൊക്കെ വരും. നമ്മളിങ്ങനെ തെങ്ങിനോട്ടിൽ നിൽക്കുന്നു, സ്വിച്ച് നിൽക്കുന്നു, ലിഫ്റ്റിൽ ഇങ്ങനെ പോകുന്നു, കരിക്കിടുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ സംസ്ഥാന രാജ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകമാണ്. ഇന്നിൻ്റെ മക്കൾ മറക്കൂല. കേരളത്തിലെ സംസ്ഥാന രാജ്യത്തെ ലിഫ്റ്റ് പാലം ഇതാ ഈ കാണുന്ന സംവിധാനം. അവിടെ ഇങ്ങനെ ഹൈറ്റ് പൊന്തും, എന്തെങ്കിലും പോകണമെങ്കിൽ അത് കഴിഞ്ഞാൽ വീണ്ടും താന്നു നിൽക്കും, അതിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം, തിരുവനന്തപുരം പാർവതി പുത്തനാറിൻ്റെ കുറുകെയാണ് ഈ പാലമുള്ളത്. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതം ഏതാണ്? 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തി. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതത്തിന്റെ പേരാണ് പറമ്പിക്കുളം കടുവ സങ്കേതം. 11 ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. ഓക്കെ, പ്രധാനപ്പെട്ട ചില പോയിന്റ് കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ചെറുവയൽ രാമേട്ടൻ. നോക്കൂ, സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്ന ഭക്ഷ്യഭദ്രതാ പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ തേടി വന്ന മനുഷ്യനാണ് നമ്മൾ വയനാടിൻ്റെ നെല്ലച്ചൻ എന്നൊക്കെ വിളിക്കുന്ന ചെറുവയൽ രാമേട്ടൻ. അപ്പം രാമേട്ടൻ ഇതാ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയാണ്. അപ്പം BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മലയാളിയാണ് ചെറുവയൽ രാമൻ. പഠിച്ചു കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ, എന്താ പേര്! ഇതൊക്കെ അഗ്നിപർവ്വതം എങ്ങനെയാണോ അല്ലേ, നമുക്ക് ചിന്തിക്കൂല്ലേ. അപ്പൊ ചിലിയിലെ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ഓഗോസ് ഉണ്ടല്ലോ അവിടെ, ദെൽ സലാദോ, ഓഗോസ് ദെൽ സലാദോ. ആ പേരാണ്, ആ നാട്ടിൽ ഉപയോഗിക്കുന്ന പേരാണ്. അപ്പൊ ഓഗോസ് ദെൽ സലാദോ എന്ന് പറഞ്ഞ പേരൊക്കെ ശ്രദ്ധിക്കണേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഏതാണ്? ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ, ഓഗോസ് ദെൽ സലാദോ. ലാറ്റിൻ അമേരിക്കൻ ഭാഷയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കേൾക്കാറല്ലേ. ഇത് കീഴടക്കിയ മലയാളി, ചിരിച്ചു നിൽക്കുന്ന കുഞ്ഞുമോൻ ചില്ലറക്കാരനല്ലേ. അദ്ദേഹത്തിൻ്റെ ചില ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിയേക്കണം. വളരെ നമുക്ക് ആവേശം തരുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇൻ്റർവ്യൂലൊക്കെ. ഈ കാണുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. എന്താ മക്കളെ പേര്? ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ പഠിച്ചു കൊടുക്കുക. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് കണ്ട നിങ്ങൾ, ചുഴലിക്കാറ്റിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ വരുന്നുണ്ട്. ബലാൽ എന്ന് കേൾക്കുമ്പം ആരാലോചിച്ചു? ആരാണ് ബലാൽ എന്ന് കേൾക്കുമ്പോൾ ആലോചിച്ചത്? മനസ്സിൽ കൂടെ മൗറീഷ്യസ്, മറന്നു പോരുന്നു പറയല്ലേ, മൗറീഷ്യസ് ബലാൽ. അങ്ങനെയാണെങ്കിൽ ഇഷ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിലാണ് ഇഷ ഉള്ളത്. ഇപ്പം ബ്രിട്ടനിലാണ് ഇഷ പോയെന്ന് ആലോചിച്ചു കേട്ടോ. ഇഷ എവിടെ പോയി? ഐശ്വര്യല്ല, ഇഷ എവിടെ പോയി? ബ്രിട്ടനിൽ പോയി. അപ്പോൾ 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ബ്രിട്ടൻ ആണെന്ന് ഓർത്തു വെക്കുക.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കിയ പോയിന്റുകൾ. ഇനി നമുക്ക് ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 5 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. നോക്കൂ, ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് വായിച്ചൊരു ഉത്തരം കിട്ടുന്നു നോക്കുക. ഞാൻ പറയുമ്പം അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കണം. ശ്രദ്ധിക്കൂ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയിൽ ആദ്യമായി AI ഗായികയെ അവതരിപ്പിച്ച സംഗീത സംവിധായകനാണ് സുഷിൻ ശ്യാം. എന്താണ് സുഷിൻ ശ്യാം? ഇപ്പം നിങ്ങൾ ക്ലാസ് കേട്ട ഉടനെ നമുക്ക് ഓർമ്മയുണ്ടാവും, കാരണം നമ്മൾ അത്രയേറെ തവണ പറഞ്ഞു ഹിഷാം അബ്ദുൽ വഹാബ് അല്ലേ. ഹിഷാം അബ്ദുൽ വഹാബിനെ നമ്മളിങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആദരാഞ്ജലി നേരുന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി കളിക്കുന്ന പല പാട്ടുകളിലെ നമ്മൾ സുഷിൻ ശ്യാമിൻ്റെയാണ്. നമുക്കറിയാം ആവേശം, അങ്ങനെ ഒരുപാട് സിനിമയൊക്കെ ഇപ്പം മലയാളം 2024 നല്ല പാട്ടുകൾ നൽകിയ സുഷിൻ ശ്യാം. അതല്ല, ആ ആവേശം അവിടെ നിന്നോട്ടെ. ഇതെന്താണ്? ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ഹായ് നന്ന എന്ന് പറയുന്ന സിനിമ. നോക്കട്ടെ, ഇവിടെ ഉണ്ടോ? അത് ഉണ്ട് അല്ലേ. ദ ഹായ് നന്ന എന്ന സിനിമയിലാണ് ഇന്ത്യയിൽ ആദ്യമായി AI ഗായിക അവതരിപ്പിച്ചത്. അപ്പോൾ അത് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സിനിമയിൽ ഗാനം ആലപിച്ച AI ഗായികയാണ് സന. സന നമ്മൾ പഠിച്ചില്ല, നമ്മൾ ലിൻഡെ അല്ലേ പഠിച്ചത്. അപ്പോൾ ലിൻഡയാണ്, അപ്പോൾ അത് സന തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞാൽ 1 നോക്കണ്ട, 1ഉം 2ഉം 3 ശരിയാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തമാണോ, സ്നേഹസ്പർശമാണോ, സഹായഹസ്തമാണോ? സ്നേഹഹസ്തം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? സ്നേഹഹസ്തമാണ് അല്ലേ. സംസ്ഥാനത്തെ നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് നൈപുണ്യം. പുണ്യമാണ് ഈ പറയുന്ന പാപ്പാനെ കിട്ടിയതിലെ കോഡാണ്. പാപ്പാനെ കിട്ടിയ കോഡാണ്. പുണ്യമാണ് പാപ്പാനെ കിട്ടിയത്, കോഡാണ് പാപ്പനം കോഡ്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും ചുവടെ കൊടുക്കുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായ ജോഡിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ചോദ്യം വായിക്കുമ്പോൾ ശരിയായത് ഓക്കെ ഞാൻ പറയാൻ പോവാ. രാജസ്ഥാൻ വസുന്ധര രാജെ സിന്ധ്യ തെറ്റാണ്. അപ്പോൾ ശരിയായതാണല്ലോ വേണ്ടത്. മധ്യപ്രദേശ് മോഹൻ യാദവ് ശരിയാണല്ലോ. ഛത്തീസ്ഗഡ് ചത്തു. ആര് ചത്തു? സായിബാബ ചത്തു എന്ന് പറഞ്ഞു. വിഷ്ണു ദേവലോകത്ത് പോകും. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ. തെലുങ്കാന രേവന്ത് റെഡ്ഡി ശരിയാണ്. ജാർഖണ്ഡിൽ ഇട്ട് വെച്ചത് ആരായിരുന്നു? ഹേമന്ത് സോറനെയാണോ? അല്ല, ഹേമന്ത് സോറൻ അല്ല. എന്താ ചാമ്പയ്ക്കാണ്? അപ്പം ചാമ്പയാണ്. അപ്പം ചാമ്പയ്ക്ക നൽകി. അപ്പോൾ ഹേമന്ത് സോറൻ തെറ്റ്. അപ്പം തെറ്റായ ജോഡി ആണോ ശരിയായ ജോഡി? തരുന്നത് ശരിയായ ജോഡി. അപ്പം ശരിയായ ജോഡി 2 ശരിയായ ജോഡിയാണ്, 4 ശരിയായ ജോഡിയാണ്. ഇത് 2 ഉള്ളൂ. അപ്പം 2, 4 ഓപ്ഷൻ എ ശരിയായ ജോഡിയാണല്ലോ. യെസ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചത് വളരെ സ്പീഡിലായിരുന്നു. സ്വീഡൻ അല്ലേ. നോർവേയോ സ്വിറ്റ്സർലൻഡ് അല്ല, സ്വീഡനാണ്. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് പഠിച്ചു. അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് പഠിച്ചത് റിവിഷൻ ചെയ്യണം. മറന്നു പോകണേ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ക്ലാസ്സൊക്കെ കേട്ട് നോക്കുക. നമുക്ക് മുഴുവൻ മാർക്ക് നേടാനാണ്. നമുക്ക് പൊളിക്കണം. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക. ഗുഡ് ബൈ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗുഡ് ബൈ, താങ്ക് യു.